ഡോൺ വിങ് ഇന്റർനാഷണൽ എയർപോർട്ട് അഥവാ DMK എയർപോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്, അറ്റ് ബാങ്കോക്ക്, തായ്ലൻഡ്. ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് ഇത്. അവിടെ ഏകദേശം 6:37 ആൻഡ് എൻ്റെ വാച്ചിൽ ഇന്ത്യൻ ടൈം 5:10 ആയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ടൈഗർ ടോപ്പിയ ശ്രീരാജ സൂവിലേക്കായിരുന്നു. DMK എയർപോർട്ടിൽ നിന്ന് അബൌട്ട് ഒരു 119 കിലോമീറ്റേഴ്സ് ഉണ്ടാവും ഈ ഒരു സ്ഥലത്തേക്ക്. വൈൽഡ് ആനിമൽസിനെ നേരിട്ട് കാണുകയും അവയോടൊപ്പം ഇരുന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു കേന്ദ്രമാണിത്. അവിടെ ഞങ്ങളെ കാത്തിരുന്നത് കിടിലൊരു ബൊഫേ ആയിരുന്നു. ആഫ്റ്റർ ദാറ്റ് അവർ തന്ന എൻട്രി സ്റ്റിക്കേഴ്സ് ദേഹത്തൊട്ടിച്ച് വെച്ചിട്ട് അവരുടെ സഫാരി വാനിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ ഈ നിൽക്കുന്ന പോലൊന്നുമല്ല, ഇതിൻ്റെ ഒരു പ്ലേ ബാക്ക് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ ധൈര്യം കിട്ടിയത് എവിടുന്നാന്ന് സത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഈ ഒരു സൂവിൽ ഓരോ ടൈമിലും ഓരോ ഷോസാണ്. ഒരു സമയത്ത് ടൈഗർ ഷോ ആണെങ്കിൽ പിന്നെ ഒരു സമയത്ത് ക്രൊക്കോഡൈൽ ഷോ. അങ്ങനെ പല ടൈമിനനുസരിച്ച് വേണം നമ്മളിത് കയറാൻ. ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ വേറൊന്നും അറിയേണ്ടതില്ല. ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്ന ഒരു പാക്കേജിലാണ്. ഓരോ ഷോസും കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും സമയങ്ങളും ഉണ്ട്. ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈഗർ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോ ആക്ച്വലി എടുത്തിട്ടില്ല. അത് നല്ല കിടിലായിരുന്നു. ഒരു ട്രെയിനർ ഒരു 5 or 6 ടൈഗേഴ്സിനെ ഒന്നിച്ച് നിർത്തി കുറേ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ടൈഗർ ടോപ്പിയം കഴിഞ്ഞ് ആഫ്റ്റർനൂൺ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് എത്തിയത് അയ്യാറ ഗ്രാൻഡ് ഹോട്ടൽ പട്ടായ. സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന തന്നെ ഒരു ഹോട്ടലാണ്. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. സിറ്റി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനും നൈറ്റ് വാക്കിനും ഒക്കെ പോകാൻ പറ്റിയ ഒരു സെൻറ്റർ തന്നെയാണ്. ഇവിടെയാണ് ഇനി അടുത്ത 2 നൈറ്റ്സും ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അവിടുന്ന് ഫ്രഷപ്പായി ഞങ്ങളെ കൂട്ടാനായിട്ട് ഞങ്ങളുടെ വാൻ വന്നിട്ടുണ്ട്. നേരെ പോയ പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ദ മെയിൻ അട്രാക്ഷൻ പട്ടായ, റിവർ സൈഡ് അട്രാക്ഷൻ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ ചുറ്റും ഉള്ളത്, അതായത് ഈ റിവറിന് ചുറ്റും ഉള്ളത് ഓരോ മാർക്കറ്റാണ്. തായ്ലൻഡിലുള്ള പല പല റീജിയൻസിൽ നിന്ന് വന്ന ആളുകൾ ലോക്കൽ ഫുഡും ലോക്കൽ ക്രാഫ്റ്റുകളും അവരുടേതായിട്ടുള്ള സാംസ്കാരിക പരിപാടികളും ഒക്കെ അവതരിപ്പിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഓൺലൈനിലൊക്കെ നോക്കി വെച്ച് പഠിച്ചു വന്നത് ഇവിടെ അഫോർഡബിൾ പ്രൈസാണ്, വളരെ വിലക്കുറവാണ്, നമുക്ക് വേണ്ട അട്രാക്ഷൻസും സാധനങ്ങളൊക്കെ ഇവിടെ എങ്ങനെയായാലും കിട്ടും എന്നൊക്കെയാണ്. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മാർക്കറ്റാണ് ഇവിടെ. കയ്യിൽ നിന്ന് പൈസ പോകുന്ന അറിയില്ല. നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് ബാത്ത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനവും വാങ്ങിക്കാൻ തോന്നില്ല. ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഈ ഒരു കനാലിൽ കൂടെ ഇങ്ങനെ ബോട്ടിംഗ് നടത്താം. അപ്പോൾ ചുറ്റും എന്തൊക്കെയാണ് സെയിൽസ് നടത്തുന്നത്, എങ്ങനെയുള്ള ആളുകളാണ്, അവരുടെ സംസാരങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഇങ്ങനെ ചുറ്റി വരുമ്പോൾ കാണാൻ പറ്റും. അവിടെ പോയതിലാകെ കഴിക്കാൻ പറ്റിയത് ഈ ഒരു മാംഗോ ഫ്ലേവേർഡ് സ്പെഷ്യൽ ഐസ്ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളതൊക്കെ അറിയാമല്ലോ, ഓരോന്ന് വറുത്തതും പൊരിച്ചതും നമ്മുടെ പറ്റാപ്പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ ഇനി കാണാം.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പോകുന്ന ഫുൾ അവരുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ആണ്. നല്ല ജീവനോടെയുള്ള പാറ്റേനല്ല, അങ്ങനെ തന്നെ പൊരിച്ചെടുക്കുന്നതൊക്കെ കാണാം. പേരറിയാത്ത കുറേ പ്രാണികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഡേ 1 ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എയർപോർട്ടിൽ നിന്ന് നേരെ ടൈഗർ ടോപ്പിയ, അവിടെ നേരെ അയ്യാറ ഹോട്ടൽ, പിന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇന്ന് ഇത്രയാണ് എക്സ്പ്ലോർ ചെയ്തത്. ഇനി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവും, സുഖമായിട്ടിറങ്ങും രാവിലെ ഡേ 2. അപ്പോൾ ഓക്കെ, ബൈ ബൈ.